ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഈവനിങ് ആണിത്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയുടെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ലേക്കല്ല, ഒരു പുഴയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാൽ ഞാൻ ഇതുവരെയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഊഞ്ഞാലിൽ കയറി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിരുന്നു. നല്ല വെയിലാണ്. അപ്പോൾ സൺഗ്ലാസൊക്കെ വെച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ കുറച്ച് പൂക്കളൊക്കെ നോക്കി അങ്ങനെ നോക്കി വരുമ്പോഴാണ് നമ്മുടെ ചെറി ബ്ലോസംസ് ഉണ്ടായി നിൽക്കണം കണ്ടത്. മുഴുവൻ പൂത്തിട്ടില്ലെങ്കിലും കുറച്ച് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പൂത്ത് തുടങ്ങിയത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വഴി കൂടെ എല്ലാവരും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുക. 2 അമ്മമാരെ കണ്ടു. ഒരാൾ ചിരിച്ചു, ഞങ്ങളോട് ഒരാൾ ചിരിച്ചില്ല. പിന്നെ ഇങ്ങനെ നടന്നു. അവിടെ കുറേ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിലൊക്കെ നിറച്ച ആൾക്കാരാണ്. കുട്ടികളും എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. നോർമൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സാണ് കിട്ടുക. ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കിട്ടുക. അല്ലാതെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് നമ്മുടെ ചിരട്ട കണ്ടത്. നല്ല ഭംഗിയുള്ള തേച്ച് മിനുക്കി വെച്ച ചിരട്ട. അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷെ അതിൻ്റെ വില ഒരു 26 ക്രോൺസാണ്. അതായത് ഏകദേശം 160 രൂപേൻ്റെ മേലെ വരും നമ്മുടെ നാട്ടിലത്തെ. അപ്പോൾ അത് കണ്ടു. പിന്നെ ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോയി. അവിടെ ഒരു വാനില ഐസ്ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചത് മാംഗോ സോബറ്റോ എന്ന് പറഞ്ഞ ഒരു ഫ്ലേവറാണ്. പക്ഷെ അത് ജസ്റ്റ് മാംഗോയുടെ പൾപ്പായിരുന്നു. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അവിടെ പള്ളിയുണ്ട്, പിന്നെ ഹോട്ടൽസ് ഉണ്ട്. ഒരു സെൻറ്ററാണത്. അപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ആളുകളൊക്കെ നോക്കിയിരുന്നു. ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികളും ഫാമിലിയും എല്ലാവരും പുറത്താണ്. സമ്മർ ആയതുകൊണ്ട് എല്ലാവരും പുറത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുള്ളൂ. 6 മണിയായപ്പോഴേക്കും ആ സമയത്തും നല്ല വെളിച്ചവും നല്ല ചൂടും ഒക്കെ ഉണ്ട്. വെയിലിന് നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും ഒരു തണുപ്പുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല രസമാണ് പുറത്തിറങ്ങാനായിട്ട് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ വെയിലിനെ ഫേസ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് വെയിലും കൊണ്ടിരിക്കണ കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ സമ്മറൊക്കെ അല്ലേ, സൺഗ്ലാസ്സൊക്കെ നോക്കാൻ വെച്ചിട്ട് സൺഗ്ലാസ് നോക്കാൻ വേണ്ടി പോയി. അഫോർഡബിൾ പ്രൈസാണ്, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഫൈബറിൻ്റെ ആണ് കേട്ടോ കൂടുതൽ. മറ്റേ മെറ്റലിൻ്റെ സൺഗ്ലാസ് കുറവായിരുന്നു. പിന്നെ അവിടെ ജസ്റ്റ് ആ കട തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കളർഫുൾ കമ്മലുകൾ ഞാൻ അധികം കണ്ടില്ല. ഗോൾഡ് ആൻഡ് സിൽവർ ഷെയ്ഡ്സാണ് കൂടുതലും കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി. ഒരു 7 മണി ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് വാക്ക് നല്ല അടിപൊളിയായിരുന്നു.